ശ്രേഷ്ഠ ഭാരതം. കുമാര, നിന്റെ പിതാവ് സത്യനിഷ്ഠനാണ്. എന്ത് പ്രതിബന്ധമുണ്ടായാലും അദ്ദേഹം ഇന്നു തന്നെ നിന്റെ യൗവരാജാഭിഷേകം നടത്തും. കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭരതനാണ് യുവരാജ്യം ലഭിക്കുന്നത്. എനിക്ക് വനമാണ് വിധിച്ചത്. 14 സംവത്സരം മഹർഷിമാരും ഒന്നിച്ച് നിർജനാരണ്യത്തിൽ വാഴണം. എന്താ ഇത്? ഇത്ര ചെറിയ കാര്യത്തിന് ഇങ്ങനെ ആയാലോ? സമാധാനിക്കൂ അമ്മേ. അച്ഛൻ രാജ്യഭാരമേൽക്കാൻ പറഞ്ഞാൽ ഞാൻ അതു ചെയ്യും. വനയാത്ര ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും. നീ എന്റെ മകനായി ജനിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ വ്യസനം അനുഭവിക്കേണ്ടി വന്നത്. ഒരു സ്ത്രീക്ക് ഇതിനേക്കാൾ വലിയ ദുഃഖം എന്താണ്? കൈകയുടെ ദാസിയേക്കാൾ താഴെയായി ഞാൻ. നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും കുമാര? വനയാത്ര ചെയ്യുന്ന നിനക്കൊപ്പം ഞാനും വരും. അമ്മേ, അച്ഛന്റെ വാക്കു പാലിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? അച്ഛന്റെ വാക്ക് അനുസരിക്കണമെന്നല്ലേ അമ്മ പഠിപ്പിച്ചത്? അതല്ലേ ഞാൻ ചെയ്യുന്നത്. പിതൃവാക്യം അനുസരിച്ചതിന്റെ പേരിൽ ലോകത്താർക്കും നാശം സംഭവിച്ചിട്ടില്ലമ്മേ. പക്ഷേ കുമാര, പിതാവ് ദുർബുദ്ധി ഉപദേശത്തിന് വഴങ്ങി ഓരോന്നും പറയുമ്പോൾ അതൊക്കെയും അനുസരിക്കാൻ മകൻ സന്നദ്ധനാകണോ? ആരുടെ ഉപദേശപ്രകാരം എന്നതിന് ഒരു പ്രസക്തിയുമില്ലമ്മേ. ആര് പറയുന്നു എന്നതിനാണ് പ്രസക്തി. പിതാവ് പറയുന്നു, പുത്രൻ അനുസരിക്കുന്നു. അതാണ് ശരി. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ എന്നെ അനുഗ്രഹിച്ച് വനത്തിലേക്ക് അയക്കൂ. കുമാര, ധർമ്മവും സ്നേഹവും നോക്കിയാൽ പിതൃതുല്യമായ ഗുരുസ്ഥാനം എനിക്കുമുണ്ട്. കാട്ടിലേക്ക് പോകാൻ നിനക്കൊരിക്കലും ഞാൻ അനുവാദം തരില്ല. ഞാനും വരും നിനക്കൊപ്പം. അരുതമ്മേ, അമ്മയുടെ കർമ്മം അച്ഛനെ ശുശ്രൂഷിക്കുകയാണ്. ആ കർമ്മം അനുഷ്ഠിച്ച് അമ്മ ഇവിടെ തന്നെ നിൽക്കണം.